കുറുവ സംഘാംഗങ്ങൾ ഒളിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് കണ്ടെത്തിയ കൊച്ചി കുണ്ടന്നൂരിൽ പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമല്ല എന്ന ആരോപണവുമായി മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാൻ പറമ്പിൽ. ക്രിമിനൽ സംഘങ്ങളെ പിടികൂടാൻ പോലീസ് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം. പ്രദേശത്തെ അനധികൃത കയ്യേറ്റങ്ങൾ നഗരസഭ അധികൃതർ ഒഴിപ്പിച്ചു വരികയാണെന്നും ജനങ്ങൾക്ക് ഭീതി വേണ്ടെന്നും ആന്റണി ആശാൻ പറമ്പിൽ മീഡിയ വണിനോട് പറഞ്ഞു. ഇന്നലെ രാത്രി അതിസാഹസികമായാണ് പോലീസ് സംഘം കുറുവ സംഘാംഗമെന്ന് സംശയിക്കുന്ന ഒരാളെ പിടികൂടിയത്. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഈ കുണ്ടന്നൂർ മരട് നിവാസികൾക്ക് അല്പം ഭയം ഉള്ളിലുണ്ട്. ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലാണ് എന്നോടൊപ്പമുള്ളത്. ഇത്തരത്തിലൊരു ഭീതിക്ക് അടിസ്ഥാനമുണ്ടോ? ഭീതിക്ക് സത്യം പറഞ്ഞ അടിസ്ഥാനമില്ല. പക്ഷേ ഇതൊന്നും അല്ല ഇവിടെ ഭീതി. ഇവിടെ എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് പോലീസ് നല്ല രീതിയിലുള്ള പെട്രോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പോലീസിനെ ഫോൺ ചെയ്താൽ പോലും പോലീസ് വരാൻ പറ്റാത്ത, അവർ അന്വേഷിക്കുമ്പോൾ പറയുന്ന അവർക്ക് വാഹനത്തിൽ ആവശ്യമായ ഇന്ധനമില്ല, ടയറില്ല, ട്യൂബില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ഈ രീതിയിലേക്ക് നമ്മുടെ നാട് പോയാൽ പറ്റില്ല. കാരണം അത്രമാത്രം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നൊരു പ്രദേശം. ഇപ്പോൾ തന്നെ നമുക്ക് ബൈപ്പാസിൽ കാണാൻ പറ്റും കൊട്ട ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ. ആ ടെൻറ്റിൻ്റെ അകത്ത് ആരൊക്കെയാണ് വന്ന് താമസിക്കണമെന്ന് പോലീസ് ഒന്ന് നിരീക്ഷണം നടത്താനോ? കാരണം ഞങ്ങൾക്ക് അതുപോലെ ആളുകളുടെ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രീതിയിൽ അന്വേഷിക്കാൻ നഗരസഭയ്ക്ക് അധികാരമില്ല. അവിടെ നമുക്ക് മാലിന്യമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നഗരസഭയ്ക്ക് ഇടപെടാൻ പറ്റുള്ളൂ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പോലീസ് പോലീസിൻ്റെതായ കുഴപ്പമല്ല, അതിൻ്റെ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. അതിൽ വന്നേക്കണ ഒരു പാളിച്ചയാണ്. പോലീസിൻ്റെ പെട്രോളിങ്ങിൻ്റെ ഒരു അപര്യാപ്തതയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ പോലീസിൻ്റെ പെട്രോളിംഗ് വളരെ കുറവ്. കാരണം നമ്മളെല്ലാം എത്രയോ വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 4-5 സ്ഥലത്ത് വെച്ച് പോലീസ് വണ്ടി കാണാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ പോലീസ് വണ്ടി കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം. ഇവിടെ സംവിധാനം മാറ്റം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു അക്രമം, വലിയൊരു കൊലപാതകം നടന്നിട്ട് ഇതിൻ്റെ പുറകെ കുറേ ആളുകൾ ഇവിടെ വന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണത്തിൽ അങ്ങനെയാണല്ലോ, ഈ മൈഗ്രൻസ് വരുമ്പം അവർ തൊഴിലുടമകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലീസിലും കൃത്യമായ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി കറക്റ്റ് ചെയ്യണമെന്നാണല്ലോ. പക്ഷേ അതാണ് ഞാനീ പറയുന്നത്. ഈ നിയമങ്ങളെല്ലാം നിലവിലുണ്ടെങ്കിലും അത് നടപ്പിലാക്കപ്പെടുന്നില്ല. നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സംവിധാനം ഉണരണം. ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ വേണമെന്ന് തന്നെയാണ് മരട് നഗരസഭാ അധ്യക്ഷൻ പറയുന്നത്. കാരണം കൃത്യമായൊരു പട്രോളിങ്ങിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്താണ് നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ നഗരസഭ ചെയ്യും. പോലീസ് കൂടുതൽ കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും പട്രോളിംഗ് വലിയ രീതിയിൽ നടത്തുകയും ഈ സാമൂഹ്യ വിരുദ്ധരെ കൈയോടെ പിടികൂടാനുള്ള ശ്രമങ്ങൾ കൂടുതൽ വലിയ രീതിയിലാക്കുകയും ചെയ്യണമെന്ന കാര്യം തന്നെയാണ് ആന്റണി ആശാൻ പറമ്പിൽ പറയുന്നത്. വിവിധ തരത്തിലൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി.